ഇന്ത്യൻ പ്രധാനമന്ത്രി ഹൈദരാബാദിൽ നടത്തിയ ഓസ്റ്റെറിറ്റി, അതായത് മനസ്സിലാക്കുക, അതിനുശേഷം വഡോദരയിൽ പറഞ്ഞു, അതേപോലെ ഇന്ത്യയിലുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് രാജ്നാഥ് സിംഗ് പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു, വലിയൊരു ക്യാമ്പയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് മെഷർമെൻ്റ് എടുക്കണം, കർബ് ചെയ്യണം. അപ്പം പുറത്ത് പറയുന്നില്ല, സംഭവം സീരിയസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ചില ആളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും ഒക്കെ വരാൻ തുടങ്ങി. ചില എക്കണോമിക് എക്സ്പേർട്ടുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതെടുക്കാതെ ഇന്ത്യക്ക് യാതൊരു വഴിയുമില്ല മുന്നോട്ട് പോകാൻ. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇതെടുക്കാതെ, ഈ സംഭവങ്ങൾ എടുക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല. വേറെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ആ രീതിയിലേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJPയും ഈ രീതിയിലോട്ട് മാറ്റി. അതായത് എക്കണോമിക് കൊളാപ്സിലോട്ട് നമ്മൾ പോവുകയാണ്. മനസ്സിലാക്കാൻ സാധിച്ചത് 10 മുതൽ 12 മാസത്തേക്ക് വരെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുള്ളൂ. ക്രൂഡിൻ്റെ പ്രൈസ് ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ ഈ 10 മുതൽ 12 മാസത്തേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുള്ളൂ. അത് ഭയങ്കര അലേർട്ടും ഭയങ്കര വാണിംഗ് ആണ് ഈ സംഭവം. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ തന്നെയാണ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരെ? എന്താണിത് ഇത്ര കാര്യമായിട്ട് എടുക്കാനുണ്ടായ കാരണം, റീസണോ? അതായത് നമ്മുടെ മേജറായിട്ടുള്ള ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന ജോലിയാണ്. അവിടെ ചെയ്യുന്ന ബിസിനസ്, അവിടെ ചെയ്യുന്ന ലേബർ ആണെങ്കിലും, മറ്റു പല രാജ്യങ്ങൾ, അമേരിക്കയാണെങ്കിലും UAE ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും, അവരവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന കറൻസി അത് ഏകദേശം 13 ലക്ഷം കോടിയോളം വരും ഒരു വർഷം. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം അത് ഷാർപ്പായിട്ടങ്ങ് കുറഞ്ഞു. വാറും പ്രശ്നങ്ങളും ഒക്കെ ഒരു കാരണം. കഴിഞ്ഞ 2 മാസമായിട്ടത് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഏകദേശം അതങ്ങ് ടച്ച് ചെയ്യുന്ന രീതിയിൽ 10 ലക്ഷം കോടിയുടെ ആ ഭാഗത്തോട്ടങ്ങ് പോയി. അമേരിക്കൻ H1B വിസ, അമേരിക്കൻ ഗ്രീൻ കാർഡ്, അവിടെ ആൾക്കാർക്ക് ജോലി പോകുന്നു, ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്തു. അപ്പം ഇന്ത്യയിലുള്ള ജനങ്ങൾ, അതായത് ഇന്ത്യ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അതായത് ഇങ്ങോട്ട് വാങ്ങുന്ന രാജ്യമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും. അത് ഏകദേശം 6.25 ലക്ഷം കോടിയാണ്. അതിൻ്റെ ഗോൾഡാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. ഏകദേശം 25% കൂടി ഗോൾഡ് ഇമ്പോർട്ട്. അതായത് ഈ വരുന്ന റെമിറ്റൻസ് വരുന്ന ഈ പണം, അതിൻ്റെ അകത്തുനിന്ന് ഇത്രയും വലിയ ഹ്യൂജ് ഒരു തുക, ഏകദേശം 6 ലക്ഷം 7 ലക്ഷം കോടി ഈ പറയുന്ന ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഈ റെമിറ്റൻസ് കുറഞ്ഞു, അതേപോലെ തന്നെ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഷാർപ്പായിട്ട് കൂടി. ഇതാണ് ശരിക്കും കാരണം ഇതാണ് പെടാനുണ്ടായ കാരണം. 2013 ചിദംബരം ഇന്ത്യക്കാരോട് പറയുന്നുണ്ട്, ഈ ഗോൾഡ് നിങ്ങൾ വാങ്ങരുത്, കാരണം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. ആ സമയം 2013 പറയുന്നത് ഇന്ത്യയിലൊരു എക്കണോമിക് ക്രൈസിസിലോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. അന്ന് BJP ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ സമയത്ത്. എന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്താണെന്ന് പറയാനുണ്ടായ കാരണം. എന്തുകൊണ്ടാണ് ഈ ഗോൾഡിനോട് ഇന്ത്യക്കാർക്ക് താല്പര്യം? അതൊരു ഹിന്ദു മിത്തോളജിയുടെ ഭാഗമാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫങ്ഷനും ഗോൾഡുണ്ട്, കല്യാണം, അവിടെ എല്ലാ ഫങ്ഷനും എടുക്കുക. അതായത് ഇന്ത്യയിലെ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസ്റ്റിവല്, വീട്ടിൽ നടക്കുന്ന ഫെസ്റ്റിവല്, എല്ലാത്തിനും ഗോൾഡ് ഒരു മാറ്റർ ചെയ്യും. അതാണ് ഈ യെല്ലോ മെറ്റലിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് റൂറൽ ഇന്ത്യയുടെ പ്രശ്നം? റൂറൽ ഇന്ത്യ, അതായത് ഗ്രാമം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഗ്രാമം, അവർക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എവിടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ, ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താ, ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല, അവർക്ക് അറിയത്തില്ല. അപ്പം അവിടെയുള്ള സ്ത്രീകളും അവിടെയുള്ള കുടുംബങ്ങളും അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കാനും അവരുടെ ഒരു ഫിക്സഡ് സംഭവം എന്ന് പറയുന്നത് ഈ ഗോൾഡ് മേടിക്കുക, സോന ഇത് മേടിച്ച് വെക്കുക.
അപ്പം അതൊരു കാരണവശാലും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ? അതിനെ ഈ പറയുന്ന രീതിയിലുള്ള ഗവൺമെൻറ് ഈ പറയുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഈ പറയുന്ന രീതിയിലോട്ട് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് അതേപോലെ തന്നെ ഈ ചിദംബരം 2013 ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഗോൾഡ് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇത്ര രൂപ അഡീഷണൽ, ഇത്ര സെസ് ടാക്സ്. ഈ മോദി ഗവൺമെൻറ് അത് അവർ വന്ന ശേഷം അതങ്ങ് എടുത്ത് കളഞ്ഞു. അതങ്ങ് കുറച്ചുകൊണ്ട് വന്നു. ഇത് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന 25% ഇതിൻ്റെ ഇമ്പോർട്ട് അങ്ങ് കൂടി. പിന്നീട് ഈ ഗോൾഡിൻ്റെ പ്രൈസ് അങ്ങ് കൂടി, വില കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരുന്ന ഫോറിൻ റെമിറ്റൻസിൻ്റെ വലിയൊരു ഭാഗം, അതായത് ഈ വിദേശ രാജ്യങ്ങളിലോട്ട് തിരിച്ചങ്ങ് പോകാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ അകത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു ക്രൂഷ്യൽ മാറ്ററുണ്ട്. ഇന്ത്യയുടെ GDPയിൽ 7% എന്ന് പറയുന്നത് ഗോൾഡാണ്. അതായത് ഗോൾഡും അതുമായി ബന്ധപ്പെട്ട കച്ചവടവും ബിസിനസ്സും ജോലിയും എല്ലാം കൂടാണ്. ഏകദേശം പറയുന്നത് ഗോൾഡുമായി ബന്ധപ്പെട്ട കടകൾ, അതുണ്ടാക്കുന്ന ജോലിക്കാർ, മറ്റുള്ള സംഭവങ്ങൾ, ഏകദേശം 50 ലക്ഷം പേര് ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും സെക്ടറിൽ ഗോൾഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് പറയുന്നു ഗോൾഡ് വാങ്ങണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചില അവസാനം എൻ്റെ പോയിന്റ് ഞാൻ പറയാം, എവിടെയാണ് ഈ അടി കിട്ടിയെന്നുള്ളത്. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി പോലും പറയുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അവർക്കറിയാം ഉണ്ടായത് അമേരിക്കയുമായിട്ട് അടിയുണ്ടായത്. പക്ഷെ അവർക്ക് ഈ ട്രംപിനെ ഉയർത്താൻ അവർക്ക് താല്പര്യമില്ല. അതും വേണ്ട. പക്ഷെ മോദിയുടെ ഡിപ്ലോമസിയുടെ പരാജയമാണ്. ഫോറിനിലോട്ട് യാത്ര ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇത്രമാത്രം ഇന്ത്യയിൽ എയർലൈൻസ് ഉണ്ട്, അവരെന്ത് ചെയ്യും? ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ട്രാവൽ ഏജൻസ് ഉണ്ട്, അവരെന്ത് ചെയ്യും? അത് ഏകദേശം ഒരു 18-20 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യും? ഹോട്ടൽ ഇൻഡസ്ട്രി അങ്ങോട്ട് യാത്ര ചെയ്യേണ്ട, അവരെന്ത് ചെയ്യും? വല്ലാത്ത ക്രൈസിസിലോട്ടാണ് ഈ പോകുന്നത്. ചാണകം മാത്രം ഉപയോഗിച്ച് ഫർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞ് എന്ത് സാധന വിളയുന്ന ഇന്ത്യൻ മണ്ണിൽ? ഇന്ത്യയുടെ ഒരു ട്രോപ്പിക്കലാണ് ഇന്ത്യയുടെ ഫാമിംഗ് എന്ന് പറയുന്നത്, വെതർ ബേസ്ഡ് ആണ്. അപ്പോൾ ഇന്ന സമയത്ത് അത് ചെയ്യണം, ആ സമയത്ത് യൂറിയ വേണം, ആ സമയത്ത് കൾട്ടിവേഷൻ വേണം, ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സംഭവം കൂടെ ഒരു പുല്ലും നടക്കത്തില്ല. ഇതാണ് ഇന്ത്യയുടെ ട്രോപ്പിക്കൽ വെതറിലുള്ള ഫാമിംഗ് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് സിമ്പിളാണോ? അതിന് വർഷങ്ങളെടുത്ത് ഈ പറയുന്ന പച്ചിലയും ചാണകവും ഒക്കെ വെച്ച് ഇനിയും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ മണ്ണ ഈ പറയുന്ന ഫർട്ടിലൈസറുമായിട്ട് ചെയ്തങ്ങ് പോയി. ഇനി അത് കൺവേർട്ട് ചെയ്യുക പറഞ്ഞ് ഇമ്പോസിബിൾ. അതേപോലെ തന്നെ പെട്ടെന്ന് ഇലക്ട്രിക്കിലോട്ട് മാറാൻ പറയുന്നു. ഈ പെട്ടെന്ന് ഇലക്ട്രിക്കിലോട്ട് മാറുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഈ നാഷണൽ ഗ്രിഡിൽ അവിടെ ഈ എൻവയറമെൻറ്റ് എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ട്? ഇതൊക്കെയാണ് ബ്ലണ്ടർ അടിച്ചു വിടുന്നത്. ഇനി നമ്മുടെ യഥാർത്ഥ റീസണിലോട്ട് വരാം. അതായത് ഒപ്പോസിഷനും പറയുന്നില്ല, മറ്റാളും ഈ അമേരിക്കൻ റിലേഷനുമായിട്ടുള്ള പ്രശ്നം പറയുന്നില്ല. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടിക്ക് കൃത്യമായിട്ടറിയാം അമേരിക്കയുമായിട്ട് ഉടക്കുണ്ട, ട്രംപുമായിട്ട് ഉടക്കുണ്ടായതാണ് മോദിക്ക് അടി കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പം ചില BJP നരേറ്റീവ്സ്, RSS നരേറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ മെഷർമെൻ്റ് എടുത്തു, തായ്വാനിലെടുത്തു, അവിടെ വർക്ക് ഫ്രം ഹോമാണ്. ഈ തായ്വാനും മ്യാൻമാറും അതേപോലെ പാകിസ്ഥാനുമാണ് ഇന്ത്യയുടെ എക്കോണമി. പിന്നെ ഇന്ത്യ ഇത്ര ഫാസ്റ്റസ്റ്റ് മൂവിങ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമല്ല ഇന്ത്യ. ഇപ്പോൾ ഓസ്ട്രേലിയൻ മെഷർമെൻ്റ് എടുത്തു. ഓസ്ട്രേലിയ എന്ന് പറയുന്ന, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ അത് പറ്റും. അതൊരു സക്സസ് റേറ്റിൽ അത് പോവുകയും ചെയ്യും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഈസി അല്ല. കാരണം ഈ പറയുന്നിടത്തൊക്കെ മെട്രോ ഉണ്ടോ? ഈ പറയുന്നിടത്ത് ആൾക്കാരെല്ലാം റെയിൽവേ കൂടെ അയക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അവർക്ക് ഈ പ്രോപ്പറായിട്ട് മറ്റു പലതും ഉണ്ട്. അവർക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ഓപ്ഷൻ ഇല്ല. ഒരു പ്രാവശ്യം ലോക്ക്ഡൗൺ, അതായത് നീട്ടിക്കൊണ്ട് അതും വലിയ അബദ്ധമാണ് നമ്മൾ കാണിച്ചത്. ഈ പറയുന്ന ഒരു വലിയ രീതിയിലുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് എടുത്തു കഴിയുമ്പോൾ ഇന്ത്യയുടെ ഒരു ജോബ് സെക്ടറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, കാർ ഓടിക്കുന്നില്ല, സർവീസോ അതും ഇതും ഒക്കെ ചെയ്യുന്നവരുണ്ട്.
പിന്നെ കാറിൻ്റെ സെയിൽസ് എങ്ങനെ നടക്കും? കാർ യൂസേജ് നടന്നില്ല എങ്കിൽ ഒരു വർഷം കാർ ഓടിക്കണ്ട എന്ന് വെക്കുന്നു. ഇതിന് സർവീസും അതും ഇതും ഒക്കെ ഒത്തിരി പരിപാടിയുണ്ട്. ഇൻക്ലൂഡ് ടയറുണ്ട്, പഞ്ചറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതൊക്കെ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഹ്യൂജായിട്ടുള്ള മാസ് പോപ്പുലേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഒരു എക്കോണമി മൂവ് ചെയ്യുന്നത്. അവരെങ്ങനെ ജീവിക്കും? ഇതിനൊന്നും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഗവൺമെൻറ്റിനെ അറിയത്തില്ല എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്ന്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേപോലൊരു വിഡ്ഢിയായൊരു സ്ത്രീയാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. ഇതൊക്കെ വളരെ മുൻകൂട്ടി കണ്ട് വിഷൻ ആക്കിയിരിക്കണം. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി ഇന്ത്യയിൽ ഈ പറയുന്ന 88% നമ്മുടെ പെട്രോളിയം സാധനങ്ങളാണെങ്കിൽ, ഫർട്ടിലൈസർ ആണെങ്കിൽ ഇന്ത്യയിൽ ഇല്ല. നമ്മളത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ പറയുന്ന എഡിബിൾ ഓയിൽ, അതായത് നമ്മൾ കുക്കിംഗ് ഓയിൽ, ഇതേപോലെ പല സാധനങ്ങളും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഓവർകം ചെയ്യും? എങ്ങനെ ഈ പറയുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ സംഘപരിവാർ അടിച്ചുണ്ടാക്കിയത്? അവർക്ക് മറ്റുള്ള രാജ്യം കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, കുന്തം കിട്ടി, കുടച്ചക്കരം കിട്ടി. എവിടെ പോയി ഇതൊക്കെ? ഇതൊന്നും ചുമ്മാതെ അടിച്ചുവിടുന്ന ഓരോ കഥകളായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വല്ലതും സംഭവിച്ചോ? ഇതേണ്ട ഏറ്റവും വലിയ അടി കൊടുത്തത് അമേരിക്ക. എന്നിട്ട് ഇത് മോദി ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു ഇതൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് RSSനെ വെച്ച് ഔട്ട്റീച്ച് ചെയ്ത അമേരിക്കയിൽ. അതായത് ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപ് മോദി പറയുന്നത് കേൾക്കുന്നില്ല ഒന്നും. ഇതാണ് ഞാൻ അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവോയ്ഡ് ചെയ്ത് ട്രംപ് ചൈനയിൽ പോകുന്നത്. എന്തൊരു അപമാനമാണ് സംഭവം. ട്രംപ് അധികാരത്തിൽ കയറി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം ആദ്യം മീറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ ഒരു ബന്ധമാണ് പെട്ടെന്നൊന്നും ഇല്ലാതായിപ്പോയി. ഇന്ത്യയെ പൂർണ്ണമായിട്ടും കട്ടൗട്ട് മാറ്റി നിർത്തിയിട്ട് ചൈനയിൽ പോകുന്നു. ഈ മാസം 13-14 തീയതി അയാൾ ചൈനയിലാണ്. ഇപ്പം ചൈനയുമായിട്ട് ബന്ധം ഉണ്ടായിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്തുവാ? പിന്നീട് മനസ്സിലാക്കുക, ഇന്ത്യൻ സാധനങ്ങൾക്ക് അമേരിക്കയിൽ ഡിമാൻഡ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കുറയും. ചൈനയുമായിട്ട് അവർ സെറ്റിൽ ചെയ്യും പല കാര്യങ്ങളും. അവർക്ക് 30, 40, 50 എന്നൊക്കെ പറഞ്ഞ പല ടാരിഫും മാറ്റും. ഈ പറയുന്ന ഇന്ത്യൻ ഫാർമ സെക്ടറിൻ്റെ എക്സ്പോർട്ടും ഗാർമെൻറ്റ് എക്സ്പോർട്ടും ഇതിനെല്ലാം തടയിടാൻ പോവുകയാണ്. ഈ ഒരു ഗതികേടിലാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈഗോയാണ് ഇതിനെല്ലാം കാരണം. എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു. ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അയാൾ ഒരു കുന്തോ അല്ലെന്ന്, വിശ്വഗുരു അല്ല, ഒരു കുരു അല്ലെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്. ഇതാണ് അതുകൊണ്ട് തന്നെയാണ് മനസ്സിലായത് 10 മാസം 12 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം പ്രോഡക്റ്റ് ഇതേപോലെ വിലയിൽ പോവുകയാണെങ്കിൽ അത് വാങ്ങാൻ പോലും പറ്റത്തില്ല. ഞാൻ നേരത്തെ IT സെക്ടേഴ്സിൻ്റെ മറ്റുള്ള സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലാക്കുക, ഇന്ത്യക്കാർക്ക് വിദേശത്ത് പോലും, അതായത് മിഡിൽ ഈസ്റ്റ് അല്ല മറ്റുള്ള വിദേശ രാജ്യങ്ങൾക്ക് പോലും ജോലി കിട്ടാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയെടുത്തി. അതാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറായത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കഴിഞ്ഞ 7-8 മാസം കൊണ്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒരൊറ്റ റീൽ ചെയ്യുന്നില്ല, അയാളുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല. അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ സ്ഥിരമായിട്ട് റീലും സംഭവങ്ങളൊക്കെ വിട്ടുകൊണ്ടിരുന്ന ജയശങ്കർ എവിടെ പോയി? ഇവരുടെയൊക്കെ മക്കളും, പീയൂഷ് ഗോയലിൻ്റെ മക്കളും, ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ മക്കളെ ഈ സംഘപരിവാരം ഒന്നും തിരിച്ചു വരാൻ ഇവരാരെങ്കിലും തിരിച്ചു വന്നോ? ഇവരൊക്കെ വളരെ വെൽ സെറ്റിൽഡാണ് അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും. പല അവിടുത്തെ കമ്പനികളുടെ CEO ആണ്, ബിസിനസ് നടത്തുന്നു. അവരൊക്കെ സെറ്റിൽഡ്. പാവം പിടിച്ച് ഇന്ത്യക്കാരനോട് പറയാ, നീ വിദേശത്ത് പോരുത്, ഇവിടെ എന്ത് ജോലിയാണ് ഉള്ളത്, ഇവിടെ എന്ത് കിഴങ്ങാ ഉള്ളത്? അതൊന്നും പറയുന്നില്ല. ഇതാണ് മരമണ്ടത്തരം കാണിച്ചത്. ട്രംപ് കൊടുത്ത 8ൻ്റെ പണിയാണ് കഴിഞ്ഞ 1 വർഷം മുമ്പ് അതിൻ്റെ റിസൾട്ടാണ് ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന് പോലും മോദിക്ക് അറിയത്തില്ല. അതിനിടയ്ക്കാണ് ക്രിസ്ത്യൻസിനെതിരെയുള്ള ഇഷ്യൂ വരുന്നത്. അതും അങ്ങ് മുതലായി. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മോദിയെ കംപ്ലീറ്റ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. RSS വന്ന് പറഞ്ഞു, അവർ വന്ന് പറഞ്ഞു, അവർക്കൊന്നും താല്പര്യമില്ല. മോദി പോകുന്നിടത്തോട് പോകട്ടെ. അതായത് ട്രംപ് അടുത്ത സർക്കിളിലുള്ളവർ മോദിയുടെ കാര്യം പറഞ്ഞ് ലെറ്റ് ഹിം ഗോ, അദ്ദേഹം അയാളുടെ പാട് നോക്കി പോകട്ടെ, നമ്മൾ ഇനി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അമേരിക്ക മൈൻഡ് ചെയ്യാത്തത്. ഇന്ത്യൻ സ്റ്റുഡൻസിന് വിസ കൊടുക്കുന്നില്ല, അവിടെ യൂണിവേഴ്സിറ്റി വിസ കൊടുക്കുന്നില്ല, H1B പറ്റി ഒന്നും പറയുന്നില്ല.
അതായത് ഇന്ത്യക്കാർക്ക് ജോലി പോലും ഇല്ലാത്ത സ്ഥിതിയിലാക്കി വെച്ചു. അവസാനം ഇന്ത്യയെ പറഞ്ഞു ഹെൽ ഹോൾ, നരകത്തിന് തുല്യമാണ് ഇന്ത്യ എന്നും പറഞ്ഞു. അതും മിണ്ടാതിരുന്ന് മോഡി കേട്ടതിൻ്റെ കാരണം എന്താ? കാരണം അയാൾക്ക് മനസ്സിലായി അമേരിക്കയോട് ഉടക്കിയപ്പോഴാണ് ഇതെല്ലാം ഓരോന്നായിട്ട് കിട്ടുന്നത്. അതിൻ്റെയാണ് ഈ സംഭവങ്ങൾ, ഓസ്റ്റെറിറ്റിയും പരിപാടിയും, പല മെഷർമെൻറ്റും, ആൾക്കാർ മെട്രോയിൽ പോയിക്കോണം, കാർ എടുക്കരുത്, കാറിൽ ട്രാവൽ ചെയ്യരുത്, ഈ സംഭവങ്ങളെല്ലാം കൂടെ. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്ന് ഇന്ന് പല ഇന്ത്യക്കാർക്കും ബോധം വെച്ച് വന്നു. കാരണം അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കഴിവില്ലാത്ത സ്ത്രീയെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നു. നല്ല അഡ്വൈസേഴ്സ് പോലും മോദിക്കില്ലാതായിപ്പോയി. അതിൻ്റെ കുറവുകളാണ് നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്.